നമസ്കാരം. കർക്കിടക മാസം 1-ാം തീയതി തുടങ്ങി ദക്ഷിണായനം ആരംഭിക്കുകയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ദക്ഷിണായനം എന്ന് പറഞ്ഞാൽ പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ഒരു സമയമാണ്. കർക്കിടക മാസം 1 തുടങ്ങിയിൽ മകരമാസം 1-ാം തീയതി വരെ ദക്ഷിണായന കാലമാണ്. ഈ ദക്ഷിണായന കാലത്ത് നമ്മൾ യാതൊരു ശുഭകർമ്മങ്ങളും ചെയ്യാറില്ല. അതായത് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ, പുനഃപ്രതിഷ്ഠ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല. കാരണം പിതൃക്കൾക്ക് പ്രാധാന്യമുള്ളൊരു ഇതാണ്. അതിലേറ്റവും പ്രധാനമാണ് കർക്കിടക മാസം. കർക്കിടക മാസം 1-ാം തീയതി തുടങ്ങി നമുക്കറിയാം പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ശിവോതിക്ക് വയ്ക്കുന്നുണ്ട്, രാമായണം വായിക്കുന്നു, ദേവീ മഹാത്മ്യം വായിക്കുന്നു, ഐശ്വര്യപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് അമാവാസി. കർക്കിടക മാസത്തിലെ പൗർണമി നമ്മൾ ആഘോഷിച്ചു. പൗർണമി വ്യാസപൂർണിമയാണ്. അത് ഗുരുക്കന്മാർക്ക് പ്രാധാന്യമുള്ളൊരു ഇതാണ് വ്യാസപൂർണിമ. സകല ഗുരുക്കന്മാരെ നമ്മൾ വന്ദിക്കുന്നു, സകല ഗുരുക്കന്മാർക്കും വേണ്ടത് ചെയ്യുന്നു. അതാണ് വ്യാസപൂർണിമ. ഇനി അടുത്തതാണ് അമാവാസി എന്ന് പറയും. കർക്കിടക മാസത്തിലെ കറുത്ത വാവ് എന്ന് പറയുമ്പോൾ അമാവാസിയാണ്. അതായത് കർക്കിടക മാസത്തിൽ ഇപ്പോൾ വ്യാഴം ഉച്ചത്തിലാണ് കർക്കിടകത്തിൽ നിൽക്കുന്നത്. അതിൻ്റെ കൂടെയാണ് ഈ ചന്ദ്രൻ വരുന്നത്. അപ്പോൾ വ്യാഴവും ചന്ദ്രനും കൂടി വരുമ്പോൾ ആദ്യത്തിനുണ്ട് ബലം കുറവാണെങ്കിലും അത് ഒരു കേസരി യോഗം പോലെയാണ് രാജ്യത്തിനും നാട്ടിനൊക്കെ വരുന്നത്. ഈ അമാവാസി ദിവസങ്ങളിൽ പിതൃക്കൾക്ക് പ്രാധാന്യം ഉള്ളൊരു ഇതാണ്. പിതൃക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മരിച്ച് മൺമറഞ്ഞ ആളുകൾ. പൂർവികമായിട്ട് 7 തലമുറയ്ക്കുള്ള മാതാവിൻ്റെയും 7 തലമുറയുടെ പിതാവിൻ്റെയും പിതൃക്കളെയും നമ്മൾ സ്മരിച്ചുകൊണ്ടാണ് ബലിതർപ്പണം ചെയ്യുന്നത്. ഇപ്പം പുണ്യസ്ഥലങ്ങളായ ആലുവാമണപ്പുറം, നമുക്ക് ഏറ്റവും അടുത്തുള്ള ആലുവാമണപ്പുറം, തിരുവല്ലം, തിരുനെല്ലി, ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് സ്ഥലം, പരശുരാമ ക്ഷേത്രം, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെയെല്ലാം അതാത് സ്ഥലങ്ങളിൽ പോയി ബലിയർപ്പിക്കുന്നു. എവിടെ ബലിയർപ്പിച്ചാലും പിതൃക്കളുടെ ആത്മാക്കൾ നമ്മളെ അനുഗ്രഹിക്കുന്നു. പിതൃക്കൾ അനുഗ്രഹിച്ചാൽ പിന്നെ വേറൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. പിതൃക്കൾ കോപിച്ചാൽ ദേവന്മാർക്ക് പോലും പിടിച്ചാൽ കിട്ടില്ല. അത്രയ്ക്കും ഇതാണ്. നമ്മൾ ദിവസവും പിതൃക്കളെ സ്മരിച്ചുകൊണ്ടാണ് ഓരോ കാര്യം ചെയ്തത്. ആ ദിവസങ്ങൾ നമുക്ക് വളരെ നല്ലതായിരിക്കും. കാരണം നമ്മൾ ഭൂമിയിലേക്ക് വരാൻ, നമ്മളിങ്ങനെ സംസാരിക്കാനും നമ്മളിങ്ങനെ ഭൂമിയിലിരിക്കാനും കാരണഭൂതവരായവർ നമ്മുടെ മാതാപിതാക്കളാണ്. മാതാപിതാക്കളിൽ നിന്നാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് അറിയപ്പെടുന്നത്. മാതാവാണ് ആദ്യത്തെ ഗുരു. നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും, മനസ്സിലാക്കുന്ന ആ ആളാണ് മാതാവ്. പിന്നെ അതുപോലെ പിതാവ്, മാതാ, പിതാ, ഗുരു, ദൈവം. ഇത് കഴിഞ്ഞിട്ട് ദൈവത്തിലുള്ള സ്ഥാനമുള്ളൂ. മാതാവ്, പിതാവ്, ഗുരു, ദൈവം. അതാണ് കണക്ക്. അപ്പോൾ ഈ മാതാവ് ജീവിച്ചപ്പോൾ ചോദിക്കും, എനിക്ക് അച്ഛനും അമ്മയും ഉണ്ടല്ലോ, ഞാൻ ബലിയിടും. അച്ഛനും അമ്മയും ഉണ്ടായാലും അതിന് മുമ്പുള്ള തലമുറയുണ്ടല്ലോ, ഈ അച്ഛനും അമ്മയും എങ്ങനെ വന്നു? അതിന് മുമ്പ് അച്ഛനും അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പിതൃക്കളെ നമ്മൾ തൃപ്തിപ്പെടുത്തിയാൽ, അവർക്ക് അന്നം കൊടുക്കാൻ നമുക്ക് വളരെയധികം നല്ലതായിരിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ട ചിട്ടകളുണ്ട്. വെറുതെ പോയി ബലിയിട്ടാൽ പോരാ. തലേ ദിവസം മുതൽ നമ്മൾ ഒരിക്കലുണ്ടാന്ന് പറയും. അതായത് ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കുക. ഉള്ളി, ഉഴുന്ന് ഒന്നും കഴിക്കാൻ പാടില്ല. രാവിലെ അരിയാഹാരം കഴിക്കും. ഉച്ചയ്ക്ക് മാത്രം കുറച്ച് അരിയാഹാരം കഴിക്കും. ഈ അരിയാഹാരം സസ്യാഹാരമായിരിക്കണം. അതുപോലെ കൂടുതൽ സ്വാദായിട്ട് നോക്കില്ല. നമ്മൾ മോരോ അങ്ങനെയൊക്കെ കഴിക്കും. സാമ്പാറൊക്കെ കൂട്ടാം, പക്ഷേ അതിൽ ഉള്ളിയൊന്നും പാടില്ല. അങ്ങനെ സ്വാദിഷ്ടമായ വിഭവമല്ല. പപ്പടമൊന്നും കഴിക്കാതെ നമ്മൾ ഉച്ചയ്ക്കൊരു തരം ഊണ് കഴിച്ച് പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് രാത്രി അത്താഴം കഴിക്കാതെ പഴമോ ചപ്പാത്തിയൊക്കെ കഴിച്ച് രാത്രി ഉറക്കം കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് നദീസ്നാനം ചെയ്ത്, കട്ടൻ കാപ്പിയും കുടിക്കാൻ പാടില്ല, നദീസ്നാനം ചെയ്ത് ഈറനോടെ ബലിയിടുന്നതാണ് കണക്ക്. പക്ഷെ നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിരിക്കും. അങ്ങനെ ബലിതർപ്പണം ചെയ്യുമ്പോൾ ആ പിതൃക്കൾക്ക് നമ്മളിൽ നിന്നൊരു സന്തോഷം ഉണ്ടാകും, നമ്മളെ അനുഗ്രഹിക്കും. കാരണം എല്ലാ പിതൃക്കളും കർക്കിടക മാസത്തിലെ കറുത്തവാവിന് വരും എന്നാണ് ഒരു സങ്കല്പം. അപ്പോൾ ആ പിതൃക്കൾക്ക് നമ്മൾ അന്നം കൊടുത്തു കഴിയുമ്പോൾ അവർ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുന്നു. അതിന് പ്രത്യേക ചിട്ടകളൊക്കെ ഉണ്ട്. പ്രത്യേക പുരോഹിതന്മാർ പറഞ്ഞു തരുന്ന വാക്കുകൾ നമ്മൾ ഏറ്റുപറഞ്ഞാണ് ചെയ്യും. എത്ര അറിവുണ്ടെങ്കിലും എത്ര പണ്ഡിതന്മാരായാലും പുരോഹിതന്മാരെന്തു പറഞ്ഞു തരുന്നു അതനുസരിച്ച് നമ്മൾ ഏറ്റുപറഞ്ഞാണ് ഈ ബലിയർപ്പണം ചെയ്യുന്നത്. ഇപ്പോൾ ബലിയർപ്പണം ചെയ്യുന്നവർക്ക് എല്ലാം അറിയാവുന്നിരിക്കും. പക്ഷേ ഈ പുരോഹിതൻ എന്താണോ പറഞ്ഞത് അത് തെറ്റായാലും ശരിയായാലും നമ്മൾ അത് അനുവർത്തിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ ജലം, എള്ള്, ഭക്ഷണം ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ആ പിതൃക്കൾ നമ്മളെ അനുഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അന്നദാനം കൊടുക്കാം, എന്ത് വേണം ചെയ്യാം, വസ്ത്രദാനം ചെയ്യാം. അന്നത്തെ ദിവസം ദാനങ്ങൾ ചെയ്യുന്നത് 100 കോടി പുണ്യം കിട്ടുന്നതാണ്. അങ്ങനെയാണ്
നമ്മൾ പൂർവികന്മാർ പറഞ്ഞിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് ആചരിച്ചു വരുന്നവർക്കും ഒരിക്കലും നമുക്ക് വാർദ്ധക്യത്തിൽ ദുരിതങ്ങൾ വരില്ല. മക്കളെ നമ്മൾ നോക്കുകയും മക്കൾ കൊണ്ട് അനാഥാലയത്തിലാക്കുന്ന ചടങ്ങുകളൊന്നും ഉണ്ടാവില്ല. അത്രത്തോളം പവിത്രമാണ് ഈ പിതൃതർപ്പണം. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പുതിയ ആൾക്കാർ ചോദിക്കും, ഈ മരിച്ചവരെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് ചോദിക്കും. പക്ഷെ അതൊക്കെ നമ്മുടേതായ സങ്കല്പമാണ്. അവരാരും കഴിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് ഭഗവാന് പ്രസാദം പായസം നേദിക്കുന്നു, അത് ഭഗവാൻ കഴിക്കുന്നുണ്ടോ? പക്ഷെ ഇതൊക്കെ നമ്മൾ ഒരു ദൈവികമായ ഒരു ചിന്തകളും സങ്കല്പങ്ങളാണ്. അപ്പോൾ അമാവാസി ദിവസം നമ്മളൊരിക്കലും വീട്ടിൽ ഒരാഴ്ചത്തേക്ക്, കർക്കിടക മാസത്തിൽ പൊതുവേ മത്സ്യമാംസാദികളും ഉപയോഗിക്കുന്നവരും ഉപയോഗിക്കില്ല. പക്ഷേ കർക്കിടക മാസത്തിലെ വാവും തലേ ദിവസവും പിറ്റേ ദിവസമൊക്കെ നമ്മൾ ഒരിക്കലും മത്സ്യമാംസാദികളൊന്നും വീട്ടിൽ കയറ്റുകയോ പാകം ചെയ്യുകയോ പാടില്ല. കാരണം അന്നൊക്കെ സസ്യാഹാരമാണ് വേണ്ടത്. സസ്യാഹാരം കൊണ്ട് ആ വീട്ടിലെ പവിത്രമാവുകയും ചെയ്യുന്നു. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഈ മരിച്ചവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അട അതൊക്കെ ഉണ്ടാക്കി പ്രത്യേകം വയ്ക്കാറുണ്ട്. എൻ്റെ മുത്തശ്ശനെ കണ്ടിട്ടുണ്ട് ഞാൻ. ഇങ്ങനെ അറയ്ക്കകത്ത് അടയൊക്കെ ഉണ്ടാക്കി വെച്ച് വെള്ളം, വസ്ത്രം, ഭസ്മം ഇതൊക്കെ വെച്ച് വാതിലൊക്കെ അടച്ച് പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ട് അട ഉണ്ടാക്കിയിട്ട്. ആ അട ഉണ്ടാക്കുന്നത് ചക്ക വരട്ടി വെച്ചിരിക്കും. അങ്ങനെയാണ് അട ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ പിതൃക്കൾക്ക് തൃപ്തിപ്പെടുത്തിയാൽ അടുത്ത വർഷം അമാവാസി ആകുമ്പോഴേക്കും നമ്മുടെ കുടുംബത്തിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാവും. എന്ന് ചോദിച്ചാൽ സമ്പൽ സമൃദ്ധി തന്നെ വരിക, നമുക്ക് പല മാർഗങ്ങളും ദൈവമായിട്ടും പിതൃക്കളായിട്ടും നമ്മളെ കാണിച്ചു തരും. നമുക്ക് വളരെയധികം സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കും. മനസ്സമാധാനമാണ് ഏറ്റവും വലുത്. എന്തുണ്ടായാലും മനസ്സമാധാനം പോയോ, മനസ്സമാധാനം ലഭിക്കുന്നതിനാണ് പിതൃതർപ്പണം ചെയ്യുന്നത്. പിതൃതർപ്പണം ചെയ്താൽ ഇതുപോലെ ശനിയാഴ്ച ദിവസങ്ങളിൽ അന്നം കൊടുക്കുന്നവരുണ്ട്. പുതിയതായിട്ട് ചോറെടുത്ത് കാക്കയ്ക്ക് കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അതുപോലെ ഈ ഭക്ഷണം കൊടുക്കുക എന്ന് പറയും വളരെ നല്ല. അന്നദാനം മഹാദാനം. അപ്പോൾ അന്നത്തെ ദിവസം അന്നദാനം കൊടുക്കുക. അതുപോലെ ക്ഷേത്ര ദർശനം നടക്കുക. മഹാദേവൻ്റെ ക്ഷേത്രം, ശ്രീകൃഷ്ണ ക്ഷേത്രം ഇതെല്ലാം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ പിതൃക്ക്. ചേലാമറ്റ ക്ഷേത്രം, അതുപോലെ ആലുവാമണപ്പുറം എന്ന് പറഞ്ഞാൽ ജടായുവിന് മോക്ഷം കൊടുത്ത ശ്രീരാമസ്വാമി ബലിതർപ്പണം ചെയ്ത് മോക്ഷം കൊടുത്തു എന്നാണ് പറയുന്നത്. തിരുവല്ലം പരശുരാമൻ ബലിയിട്ട സ്ഥലം. അങ്ങനെ പ്രധാനപ്പെട്ട, പിന്നെ അതുപോലെ തിരുനെല്ലി പോയി ബലിയിട്ട് കഴിഞ്ഞാൽ, തിരുനെല്ലി പോയി ബലിയിടുന്ന പ്രത്യേക ചടങ്ങാണ്. അവിടുത്തെ തണുത്ത വെള്ളത്തിൽ കുളിച്ച് ബലിയിടുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്, വളരെ നന്മയായിരിക്കും നമുക്ക്. പക്ഷെ ഒരു അസുഖവും വരില്ല. അതേപോലെ നമ്മൾ ബലിതർപ്പണങ്ങൾ ചെയ്ത് നമ്മൾ പിതൃക്കളെ തൃപ്തിപ്പെടുത്തുക. എല്ലാ അമാവാസിക്കും ബലിയിടുന്നവരുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടാണ് കർക്കിടക മാസത്തിലെ കറുത്തവാവ്, തുലാമാസത്തിലെ കറുത്തവാവ്, കുംഭമാസത്തിലെ കറുത്തവാവ്. ഇതെല്ലാം നമ്മൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രത്യേക ദിവസങ്ങളാണ്. പിതൃപ്രീതിക്ക് വേണ്ടുന്ന ദിവസങ്ങളാണ്. ഈ ദിവസങ്ങൾ നമ്മൾ പാഴാക്കാതെ എല്ലാവരും മുന്നോട്ട് പോവുക. എല്ലാവരും പിതൃക്കൾക്ക് വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും അന്നദാനാദികൾ നൽകുകയും ഇതെല്ലാം ചെയ്യേണ്ടത് വളരെയധികം പിതൃക്കളുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ എല്ലാവരും പിതൃപ്രീതിക്ക് വേണ്ടി ചെയ്താൽ വളരെയധികം ധനം, സമ്പത്ത്, സർവ്വ ഐശ്വര്യങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. ശിവക്ഷേത്രത്തിൽ പിതൃബലിയിട്ട ശേഷം ശിവക്ഷേത്രത്തിൽ ധാര, പിൻവിളക്ക്, കൂവളമാല കൊടുത്ത് മഹാദേവനെ പ്രീതിപ്പെടുത്തുക. ദേവാദിദേവനായ മഹാദേവനെ പ്രീതിപ്പെടുത്തുക. ശ്രീകൃഷ്ണൻ്റെ അമ്പലമാണെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന് പാൽപ്പായസമായിട്ടും തുളസിമാലയായിട്ടും എല്ലാം സമർപ്പിച്ച് നമ്മൾ ഭഗവാനെ വണങ്ങുക. അപ്പോൾ ഭഗവത് ഭക്തി ഉണ്ടെങ്കിൽ രോഗദുരിതങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാം. നമുക്ക് രോഗാവസ്ഥയൊന്നുമില്ലാതെ നമുക്ക് വളരെയധികം സന്തോഷത്തോടെ വാർദ്ധക്യം നമുക്ക് നടത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ അമാവാസി ദിവസങ്ങളിൽ നമ്മൾ ആരെയും വഴക്ക് പറയരുത്. തലേ ദിവസവും അന്നും പിറ്റേ ദിവസം ദേഷ്യം പാടില്ല. കാരണം നമ്മൾ ഒരിക്കലെടുത്തിരിക്കുക. ഒരിക്കലും വ്രതവും ഏകാദശി ഒരിക്കലുള്ള സമയത്ത് നമുക്ക് ദേഷ്യം പാടില്ല. പൗർണമി ഒന്നും ഒരിക്കലെടുക്കുന്ന സമയത്ത് നമുക്ക് ദേഷ്യം പാടില്ല. പ്രത്യേകിച്ച് അമാവാസിക്ക് പിതൃക്കൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അവർ പെട്ടെന്ന് പ്രസാദിക്കുകയും ചെയ്യും. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ വളരെയധികം ഉച്ചയ്ക്കൊന്നും ഉറങ്ങരുത്. അന്നും പിറ്റേ ദിവസം ബലിയിട്ട് കഴിഞ്ഞാലും പിറ്റേ ദിവസം ഉറങ്ങരുത്. അപ്പോൾ വളരെയധികം ശാന്തമായിട്ട് സമാധാനമായിട്ട് രാമായണം വായിക്കുക, ഭാഗവതം വായിക്കുക, ശിവപുരാണം വായിക്കുക, ഇങ്ങനെയുള്ള ഓരോ മഹാപുസ്തകങ്ങൾ, നാരായണീയം വായിക്കുക. ഇങ്ങനെയൊക്കെ വായിച്ചു കൊണ്ടിരുന്നാൽ നമ്മളുടെ മനസ്സിന് സമാധാനം, നമുക്ക് ദേഷ്യവും വരില്ല. അപ്പം അങ്ങനെ കൊച്ചുകുട്ടികളെപ്പോലും അന്നത്തെ ദിവസം വഴക്ക് പറയരുതെന്നാണ് പറയുന്നത്. കുട്ടികളെന്ന് പറഞ്ഞാൽ നിഷ്കളങ്കരാണ്, അവർക്കറിയില്ലൊന്നും. അതുപോലെ ഈ കർക്കിടക മാസത്തിൽ കാക്ക വന്നു കഴിഞ്ഞാൽ കാക്കയെ അടിച്ചോടിക്കരുത്.
കാക്ക എന്ന് പറയുമ്പോൾ പിതൃകാരകരായ പിതൃക്കളെ പിതൃക്കളുടെ ഒരു ഇതായിട്ടാണ്, ഒരു ഭാഗമായിട്ടാണ് കാക്ക വരിക എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ മരിച്ചൊക്കെ കഴിഞ്ഞാൽ ബലിയിട്ട് കഴിഞ്ഞാൽ കാക്ക കൊത്തി കൊണ്ടുപോയി, കറുത്ത കാക്ക കൊത്തി എന്ന് പറഞ്ഞാൽ ബലിക്കാക്ക എന്ന് പറയും. ആ കാക്ക കൊത്തിക്കഴിഞ്ഞാൽ ആ ആത്മാവ് നമ്മളെ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. അത്രയും കാക്കയ്ക്ക് കാക്ക ഇവിടെ അടിച്ചോടിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല ഈ കർക്കിടക മാസം, പ്രത്യേകിച്ച് അമാവാസിക്ക് പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കാം, നായ്ക്ക് ഭക്ഷണം കൊടുക്കാം, കിളികൾക്ക് ഭക്ഷണം കൊടുക്കാം. ഇതൊക്കെ കൊടുത്താൽ നമുക്ക് മോക്ഷങ്ങൾ, അതായത് മോക്ഷം എന്ന് പറഞ്ഞാൽ സന്തോഷം സമാധാനം ഉണ്ടാവും. നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതാണ്. ഇതാണ് ഈ കറുത്തവാവിൻ്റെ പ്രാധാന്യമുള്ളത്. കറുത്തവാവ് എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിൽ കറുത്തിരിക്കും, ആ ദിവസം ഇരുട്ടായിരിക്കും. പിന്നെ കറുത്തവാവിന് നമ്മൾ കുറച്ച് പരിഹാരങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഉപ്പ് പരിഹാരങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഉപ്പ് പരിഹാരം ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് നെഗറ്റീവ്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ നെഗറ്റീവ് കളയാനായിട്ട് നമ്മൾ ഉപ്പ് ഒഴിഞ്ഞ് ഒരു സ്ഫടിക ഗ്ലാസ്സിലിട്ട് കുറച്ച് വെള്ളം സ്ഫടിക ഗ്ലാസ്സിലെടുത്ത് അതിലേക്ക് എല്ലാവരും ഉപ്പ് ഒഴിഞ്ഞിട്ട ശേഷം ആ വെള്ളം പിറ്റേ ദിവസം കിച്ചൺ സിങ്കിൽ ഒഴിച്ച് കളയും. അപ്പോൾ ആ വീട്ടിൽ ആ ആളുകളുടെ നെഗറ്റീവ് പോകും. എല്ലാ മുറികളിലും പൂജാമുറി ഒഴികെ ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോലും ചെരാതിലോ കല്ലുപ്പ് വെച്ച് പിറ്റേ ദിവസം നമ്മൾ അതിലെടുത്ത് ഒരു ബക്കറ്റിലോ മറ്റോ ഇട്ട് അലിയിച്ച് കിച്ചൺ സിങ്കിൽ ഒഴിച്ച് കളയും. എന്തിനാ? നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി എല്ലാം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ എല്ലാ അമാവാസിക്കും ചെയ്യും, പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലെ അമാവാസിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഐശ്വര്യം ഉണ്ടാവും. അതുപോലെ ഓഫീസായാലും വീടായാലും ഒരു ഗ്ലാസ് പാത്രത്തിൽ കല്ലുപ്പിട്ട് 7 ഗ്രാമ്പു വയ്ക്കും. ഗ്രാമ്പു എന്ന് പറയുന്നത് എന്താണ്? ലക്ഷ്മി ദേവിയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ ഉപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ലക്ഷ്മി ദേവിയാണ്. അപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ്സ് വന്നെങ്കിൽ ആ കല്ലുപ്പ് ലയിക്കുകയും ആ കല്ലുപ്പ് കല്ല് പോലെ കട്ടിയായി വരികയാണെങ്കിൽ അവിടെ നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ടെന്ന് അർത്ഥം. അത് കൈകൊണ്ട് തൊടാതെ പിന്നത്തെ അമാവാസിക്കെടുത്ത് നമ്മൾ കിച്ചൺ സിങ്കിൽ ഒഴിച്ച് കളയണം. ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ഐശ്വര്യം ഉണ്ടാവും. പിന്നെ കടബാധ്യതകൾ ഒക്കെ ഉണ്ടെങ്കിൽ, കടബാധ്യതയൊക്കെ ഉണ്ട്, സ്വർണ്ണമൊക്കെ പണയം വെച്ചിട്ടുണ്ട്, എടുക്കാൻ പറ്റുന്നില്ല, നമുക്ക് പൈസ കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യും? അപ്പം നമ്മൾ എന്ത് ചെയ്യും? കറുത്ത വാവിൽ നിന്ന് പകൽ സമയത്ത് ഒരു മഞ്ഞ തുണിയിൽ ഒരു പിടി കല്ലുപ്പ്, ഒരു വയമ്പിൻ്റെ കഷ്ണം, ഒരു മഞ്ഞൾ കഷ്ണം, ഒരു നാണയം, ഒരു സ്വർണ്ണമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ സ്വർണം എന്നെഴുതി ഇത് കിഴികെട്ടി നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് തൂക്കിയിടുക. അപ്പോൾ ചോദിക്കും വെള്ളം ഒരുക്കിയിടുക, ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് തൂക്കിയിടുക. അടുത്ത അമാവാസി വരുമ്പോൾ ഇതെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ പൈസ എടുത്ത് ഭണ്ഡാരത്തിലിടുക, ബാക്കി നമുക്ക് വെള്ളത്തിൽ ഒഴുക്കിക്കളയാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജി വരണോ, മറ്റുള്ളവർ നമ്മൾ ദൃഷ്ടിദോഷം വരുന്നുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ കറുത്ത തുണിയിൽ ഒരു പിടി കല്ലുപ്പ്, ഒരു ചെറുനാരങ്ങ, ഒരൊറ്റ രൂപ ഇത് കിഴികെട്ടി വീട്ടിലെല്ലാവരും 3 പ്രാവശ്യം ഇടത്തോട്ടൊഴി ആൻറ്റി ക്ലോക്ക് വൈസ് ഒഴിഞ്ഞ് തെക്ക് കിഴക്ക് വശത്ത് ഒരു ചെടിച്ചട്ടിയിൽ കുഴിച്ചിടുക. പിന്നത്തെ അമാവാസി വരുമ്പോൾ എടുത്ത് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കിക്കളയാം. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പറമ്പിലേക്കൊന്നും യാതൊരു നെഗറ്റീവ് എനർജി വരും. ചിലർക്ക് സംശയമുണ്ട്, അവർ വന്നപ്പോൾ ഇങ്ങനെ എൻ്റെ കൃഷി പോയി, അതൊക്കെ പറയാം. അതിനൊക്കെ പരിഹാരമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇതൊക്കെ സിമ്പിളായിട്ട് വലിയ പൈസയൊന്നും ചിലവാക്കാതെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് കറുത്ത വാവിനെയും അമാവാസിയെയും എങ്ങനെ പാലിക്കണമെന്നുള്ള പറഞ്ഞുകൊണ്ട് വിനീതമായ നമസ്കാരം. നന്ദി, നമസ്കാരം.